ഒരു മുനാഫിഖായ ഒരു മനുഷ്യന്റെ അയൽവാസിയായിരുന്നു അബൂ ദഹ്ദാഹ് തങ്ങൾ. ഒരു മുനാഫിഖായ അയൽവാസി. അദ്ദേഹത്തിനൊരു തോട്ടമുണ്ടായിരുന്നു. തോട്ടത്തിൽ ഒരു ഈന്തപ്പനയുണ്ട്. ഈന്തപ്പനയിൽ നിന്ന് ഈന്തപ്പനകൾ ഒരു മുസ്ലിമായ ഒരാളുടെ മുറ്റത്തേക്ക് വീഴാറുണ്ട്. ഈന്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ മുറ്റത്തേക്ക് മുസ്ലിം ചെറുപ്പക്കാരന്റെ ഒരു മുസ്ലിമായ സ്വഹാബിയുടെ വീടിന്റെ മുറ്റത്തേക്ക് വീഴാറുണ്ട്. അപ്പൊ എന്തു ചെയ്യുന്നവര്, രാവിലെ വീണാൽ ഇദ്ദേഹത്തിന്റെ മക്കൾ ഇതറിയാതെ ആ വീണ ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് കഴിക്കും. ചെറിയ കുട്ടികളല്ല, അവർക്കറിയില്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ ഈന്തപ്പനയാണ് തെങ്ങ് ഇപ്പൊ ഇങ്ങനെ കുത്ത പോയിക്കൊള്ളൊന്നുമില്ലല്ലോ, അത് ചിലപ്പോ ഇങ്ങനെ വളഞ്ഞേക്കാം അല്ലെ, ഇങ്ങനെ വളയും. സൂര്യപ്രകാശം എവിടെ കിട്ടും, അവിടെ നിന്ന് വളയും. അങ്ങനെ വളഞ്ഞിട്ടൊരു പക്ഷേ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്കായിരിക്കും തേങ്ങ വീഴുക. അതേപോലെ അപ്പുറത്തെ വീട്ടുകാരന്റെ ഈന്തപ്പന ഇപ്പുറത്തെ വീട്ടുകാരന്റെ മുറ്റത്തേക്ക് വീഴും. ചെറിയ മക്കൾ ഇതെന്തു ചെയ്യും, അറിയാതെ എടുത്തിട്ട് കഴിക്കും. ഹറാമാണല്ലോ സമ്മതമില്ലാതെ കഴിക്കാന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മുത്തു നബിയേ, എന്റെ മക്കൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അവരുടെ വായയിൽ കൈയിട്ട് ഛർദിപ്പിക്കാറാണ്. അതുകൊണ്ട് ആ ഈന്തപ്പന എനിക്ക് വിൽക്കാൻ പറയുമോ? എനിക്ക് വിറ്റാൽ എന്റെ മക്കൾ ഹറാമ് കഴിക്കില്ലല്ലോ. നബി തങ്ങൾ അയാളെ വിളിച്ചു. അയാൾ വിൽക്കാൻ തയ്യാറായില്ല. നബിയെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈന്തപ്പനയാണ്, ഞാനത് വിൽക്കൂല എന്ന് പറഞ്ഞു. എനിക്കത് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വിറ്റില്ല. നബി തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ല. മുനാഫിഖാണ്. അപ്പോഴാണ് മഹാനായ അബൂ ദഹ്ദാഹ് തങ്ങൾ വരുന്നത്. അബൂ ദഹ്ദാഹ് തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഒരു ഒരൊറ്റ ഈന്തപ്പനയ്ക്ക് കാരണം ഞാൻ 600 ഈന്തപ്പനകളുള്ള മനോഹരമായൊരു തോട്ടം നിങ്ങൾക്ക് പകരം തന്നാൽ നിങ്ങൾ ഈ ഈന്തപ്പന എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. ഒരു തെങ്ങിന് പകരം ഇതിനേക്കാളും ഫലഭൂയിഷ്ടമായ 600 തെങ്ങുകളുള്ള തോട്ടം 6 ഏക്കർ വേണം അല്ലെ. 100 തെങ്ങിന് 1 ഏക്കർ വേണ്ടേ? 600 തെങ്ങിന് 6 ഏക്കർ വേണം. ആ 6 ഏക്കറയിലെ തെങ്ങുകളൊക്കെ ഫലഭൂയിഷ്ടമായി പിടിച്ചു നിൽക്കുന്ന തെങ്ങുകളാണ്. ഒരൊറ്റ ഒരു ഈന്തപ്പന, അതിന് പകരം 600 ഈന്തപ്പനകളുള്ള തോട്ടം തരാ, എനിക്ക് വിൽക്കോ? ഇത് കണ്ടപ്പോൾ അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു. ഞാൻ റെഡി എന്ന് പറഞ്ഞു. എന്നാ ഞാനത് വിറ്റു. എന്തിന്? ആർക്ക് വേണ്ടി? അദ്ദേഹത്തിന് വേണ്ടിയല്ല. അപ്പുറത്തുള്ള അയൽവാസിയുടെ മക്കൾ ഹറാമ് കഴിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പരാതി പറഞ്ഞത്. എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. വിറ്റു. അതിന് പകരം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ദഹ്ദാഹ് തങ്ങൾക്ക് നൽകിയത് സ്വർഗത്തിലുള്ള ഈന്തപ്പനത്തോട്ടമാണ്. ഇവിടെ ഒന്നുമില്ല, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഈന്തപ്പനത്തോട്ടം തരാം. റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്. വീട്ടിലേക്കെത്തി ഭാര്യ കണ്ടു. ഭാര്യ തോട്ടത്തിലാണ്. തോട്ടമൊക്കെ ഇങ്ങനെ നല്ല കുറച്ചൊക്കെ ഒരു സാമ്പത്തികമായി വീടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവില്ലാത്ത സമയങ്ങളിൽ അവരെന്ത് ചെയ്യും? തോട്ടത്തിൽ പോവും. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ കവുങ്ങാണെങ്കിൽ അടക്ക വീണിട്ടുണ്ടോ നോക്കും. കൃഷിയിടങ്ങളൊക്കെ വെള്ളം നനക്കും, കോഴി നോക്കും, ഇതൊക്കെ ചെയ്യും. അപ്പൊ ഈ പെണ്ണ് ഇങ്ങനെ തോട്ടത്തിൽ പോയിട്ട് ഇതൊക്കെ വൃത്തിയാക്കാണ്. അപ്പോഴാണ് അബൂ ദഹ്ദാഹ് തങ്ങൾ വരുന്നത്. കയ്യിൽ ഈത്തപ്പഴക്കുണ്ട്, മക്കളുണ്ട് കൂടെ. അതെല്ലാം താഴെ വെക്ക്, കയ്യിലുള്ളതെല്ലാം താഴെ വെക്കെന്ന് പറഞ്ഞു. എല്ലാം താഴെ വെച്ചു. എന്തേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനിത് വിറ്റു. എത്ര പൈസക്കാ വിറ്റത് എന്ന് വെച്ചു. ഞാന് സ്വർഗത്തിലൊരു തോട്ടത്തിന് വേണ്ടി വിറ്റു. റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്. അബൂ ദഹ്ദാഹേ, നിങ്ങളുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ്, നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് എന്നാണ് ഭാര്യ പറഞ്ഞത്. നിങ്ങൾ മാഷാ അല്ലാഹ്, നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വാലിന് ഉസ്താദുമാരിങ്ങനെ സോപ്പിടുന്ന കണ്ടിട്ട് ഏതെങ്കിലും ഒരു പുതിയാപ്പിളെ നിങ്ങളുടെ കീഴിലുള്ള ഒരു 5 ഏക്കർ സ്ഥലം വിറ്റു എന്ന് വിചാരിക്കുക. വീട്ടിലെത്തുമ്പോൾ പെണ്ണുങ്ങൾ ബടിയും പിടിച്ചിട്ട് നിന്നിട്ടുണ്ടാവും. നിങ്ങളോട് ആരാധ? നമുക്ക് എത്ര കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളോട് ആരാധ വിൽക്കാൻ പറഞ്ഞ്? നമ്മളിങ്ങനെ വീടെടുക്കുക, മക്കളിങ്ങനെ കെട്ടിച്ചു കൊടുക്കുക. ഈ പെണ്ണ് പറഞ്ഞു, റബിഹൽ ബൈഉ യാ അബൂ ദഹ്ദാഹ്. അബൂ ദഹ്ദാഹേ, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിയായ വിഷയങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയാണിത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയം പറഞ്ഞാൽ നമ്മൾ അത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്ത് നമ്മൾ സഹായിക്കണം. അതിന് വിപരീതമായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹു പറഞ്ഞത് കേൾക്കുകയും ചെയ്യല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വലുതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ ചർമ്മങ്ങൾ ഇങ്ങനെ പഴുത്തു വരുമ്പോ, നരകത്തിലിട്ട് തീയിലിട്ട് ഇങ്ങനെ ഉരുകി 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 വരുമ്പോൾ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവര് മരണപ്പെടുന്നതിനും മുമ്പേ പുതിയ ഒരു ചർമ്മം ഞാൻ അവർക്ക് നൽകി. ലിയദൂഖുൽ അദാബ, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ, ഒരു സെക്കൻഡ് പോലും താമസമില്ലാതെ വേദന ഞാൻ അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കും എന്നല്ലാഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ, ഇതേ റബ്ബ് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന്. തെറ്റുകൾ വരും, മനുഷ്യ സഹജമാണെന്നും പറഞ്ഞത് അല്ലാഹുവാണ്. മനുഷ്യ സഹജമാണ് തെറ്റുകൾ എന്ന് പറഞ്ഞതും അല്ലാഹുവാണ്. നമ്മളൊക്കെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്, ഇബ്ലീസിന്റെ സന്തതികളല്ല. അല്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഇബ്ലീസിന്റെ പ്രശ്നം എന്താ? ആദം നബിയും ഇബ്ലീസും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് എണ്ണീറ്റുന്നിട്ട് എല്ലാവരും. ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെയാണ് ഞാൻ ബഹുമാനിച്ചിട്ടുള്ളത് എന്ന്. ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹുവിന് എന്താ അവിടെ മനുഷ്യന്മാരെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞുകൂടെ? വലഖദ് കറംനാ നാസ്, ജനങ്ങളെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറഞ്ഞത് ആദം നബിയുടെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചു എന്നാണ്. അപ്പൊ നമ്മൾക്ക് എന്തുണ്ടാവണം? ആദം നബിക്കുള്ള സ്വഭാവം നമ്മൾക്കുണ്ടാവണം. ആദം നബിക്കുള്ള സ്വഭാവം എന്താ? ആദം നബിക്കുള്ള സ്വഭാവം എന്താണ്? ആദം നബിയുടെയും അതേപോലെ തന്നെ ഇബ്ലീസിന്റെയും ഇടയിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴാണ് ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ തയ്യാറാവാത്തതിന്റെ പേരിൽ അല്ലാഹു പറഞ്ഞു ഇബ്ലീസിനോട് താഴെ ഇറങ്ങാൻ. ഇബ്ലീസിനോട് പറഞ്ഞു, ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. ഇബ്ലീസേ, എന്റെ സൃഷ്ടിയായ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആദം നബിക്ക് സുജൂദ് ചെയ്യാത്ത നീ ഇനി സ്വർഗത്തിൽ വേണ്ട, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിക്കോ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഖാല ഖുറുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ. ഇബ്ലീസേ, നിന്യനായി, നീചനായി, നികൃഷ്ടനായി നീ ഇറങ്ങിക്കോ നരകത്തിൽ നിന്ന്. അങ്ങനെ ഇബ്ലീസ് നരകത്തിൽ നിന്നിറങ്ങുകയാണ്. ആ സമയത്തൊന്ന് തൗബ ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല. സോറി റബ്ബേ, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഇബ്ലീസിന്റെ അഹങ്കാരം സമ്മതിച്ചില്ല. അതാണ് വ്യത്യാസം. നമ്മളങ്ങനെ ഒരാൾ പുറത്താക്കാണ്, സ്കൂളിൽ നിന്ന് അധ്യാപകൻ പുറത്ത്, സോറി സർ, ഹെൽമെറ്റ് പിടിക്കാൻ പോലീസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, പിടിച്ചു, സോറി സർ, അങ്ങനെ ഒരു സോറി പറയില്ലേ? നിങ്ങളാരാ പിടിക്കാൻ? നമ്മളങ്ങനെ ചോദ്യം ചെയ്യും, നിങ്ങളാരാ പിടിക്കാൻ? എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ വണ്ടിയാണ്, എനിക്ക് സേഫ്റ്റി ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവോ? ഇല്ല. മനുഷ്യൻ, ആദം സന്തതികൾ എന്ത് ചെയ്യും? സോറി പറയും, തെറ്റുപറ്റിയ സോറി പറയും. ഇബ്ലീസ് അങ്ങനെ ചെയ്തില്ല. ഇബ്ലീസ് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, നിന്യനായി, നികൃഷ്ടനായി, നീചനായി സ്വർഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കുമ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, അല്ലാഹുവേ, നിന്നെ കൊണ്ട് വിശ്വസിച്ച ഒരാളെയും ഞാൻ വിടൂല എന്നാണ്. വീണ്ടും അഹങ്കാരമാ പറഞ്ഞത്, വീണ്ടും ധിക്കാരം. ആയിക്കോട്ടെ, പുറത്താക്കിയാൽ ഞാൻ മിണ്ടാതെ പോവാന്നല്ല. അധ്യാപക അച്ഛമ്മനോട് നിങ്ങളെ ജോലി ഞാൻ തെറിപ്പിക്കും, അങ്ങനെ പറയില്ല. ചില സ്റ്റുഡൻസ് അങ്ങനെയുണ്ട്. പോലീസോട് പറയാ, നിങ്ങൾ എന്നോട് കളിക്കണം, ഞാൻ ആരെന്നറിയോ, നിങ്ങൾക്ക് ഇനി ഈ എന്താണ് ഈ തൊപ്പിങ്ങൊക്കെ വെച്ച് നടക്കാൻ കഴിയില്ല. ധിക്കാരം കാണിക്കുക. അതാണ് ഇബ്ലീസ് ഇവിടെ കാണിച്ചത്. അത് നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ആ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുവേ, നീ എന്നെ പുറത്താക്കി എന്നത് ശരി തന്നെയാണ്. ഞാൻ വിടൂല, ഓരോ മനുഷ്യന്റെ മുമ്പിലേക്കും ഞാൻ കടന്നു വരും റബ്ബേ. قال فبما أغويتني لأقعدن لهم صراطك المستقيم. അല്ലാഹുവേ, നീ എന്നെ
ഈ മനുഷ്യൻ കാരണമാണല്ലോ പുറത്താക്കിയത്, അതുകൊണ്ട് നീ മനുഷ്യന്മാരെ ഞാൻ വെറുതെ വിടൂല. അവരുടെ മുമ്പിലൂടെ, പിന്നിലൂടെ, മുകളിലൂടെ, താഴെയൂടെ കടന്നു വന്നിട്ട് അവരെ ഞാൻ നിനക്ക് നന്ദി ചെയ്യാൻ അനുവദിക്കാതെ, നിനക്ക് ശുക്ർ ചെയ്യാൻ അനുവദിക്കാതെ, നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ ഞാൻ മാറ്റി നിർത്തുമെന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചു പിശാച്. എന്നാൽ ഇപ്പുറത്ത് ആദം നബി അലൈഹി സ്വലാം ഉണ്ട്. ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു മരത്തോട് അടുക്കരുത് എന്ന്. ഇബ്ലീസിനോട് പറഞ്ഞു സുജൂദ് ചെയ്യണമെന്ന്, ചെയ്തില്ല. ആദം നബിയോട് പറഞ്ഞു മരത്തിലേക്ക് അടുക്കരുത് എന്ന്. മറന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം അടുക്കുകയുണ്ടായി. തെറ്റാണല്ലോ, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ല, മറന്നുകൊണ്ട് ചെയ്താൽ തെറ്റല്ല, പക്ഷെ അറിയാതെ ചെയ്തു പോയി. മഹാനായ ആദം നബി അലൈഹിസ്സലാം മറന്നുകൊണ്ട് അതിലേക്ക് അടുത്തപ്പോഴാണ് അല്ലാഹു ആദം നബിയോട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ. അപ്പൊ ആദം നബി എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ധിക്കാരത്തോടെ പറഞ്ഞു ഇല്ല. അപ്പോഴേക്കും ആദം നബി കരയാൻ തുടങ്ങി, ഹവ്വാ ബീവി കരയാൻ തുടങ്ങി, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിച്ചു. സത്യത്തിൽ മറന്നു ചെയ്താൽ തെറ്റല്ല, എന്നാലും ആദം നബി പറഞ്ഞു ഞാനൊരു തെറ്റു ചെയ്തു റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചു റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ നീ എനിക്ക് പുറത്തു തരാതെ, എനിക്ക് മാപ്പ് തരാതെ, എന്നോട് കാരുണ്യം ചെയ്യാതിരുന്നാൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞാനൊരു പരാജയപ്പെട്ടു പോയ ആളുകളിൽ ഉൾപ്പെട്ടു പോകും റബ്ബേ. അതുകൊണ്ട് മാപ്പ് എനിക്ക് നീ മാപ്പ് താ അല്ലാഹ്, ഞാൻ തൗബ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. എത്ര വർഷമാണ് തൗബ ചെയ്തതെന്നറിയോ? അറിയാതെ മറന്നുകൊണ്ട് വന്ന ഒരു തെറ്റ്, മറന്നു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ മറന്നു ചെയ്ത ഒരു വിഷയത്തിന്റെ പേരിൽ 300 വർഷക്കാലം മഹാനായ ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്. മഹദിയായ ഹവ്വാ ബീവി 300 വർഷക്കാലം അല്ലാഹുവിനോട് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ അല്ലാഹുവേ, പുറത്തു തന്നില്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു കരഞ്ഞു എന്നാണ്. ആ കണ്ണീരിൽ നിന്നാണ് ഇഞ്ചി മുളച്ചത്, ആ കണ്ണീരിൽ നിന്നാണ് ചന്ദനം മുളച്ചത്, ആ കണ്ണുനീരിൽ നിന്നാണ് ഊദുണ്ടായത്. ആദം നബിയുടെ കണ്ണുനീർ തുള്ളി ഭൂമിയിൽ ഇട്ടുകൊണ്ടിട്ട് അവിടെ നിന്നാണ് ഇഞ്ചി ഉണ്ടായത്, ജിഞ്ചർ. അതേപോലെ സാൻഡൽ, ചന്ദനം ഉണ്ടായത്, ഊദ്, പെർഫ്യൂം, ഇതൊക്കെ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്നുണ്ടായതെന്നാണ്. ഇന്ത്യയിലെ ഊദിനും ഇന്ത്യയിലെ ചന്ദനത്തിനൊക്കെ ഏറ്റവും വില, ഏറ്റവും കൂടുതൽ ആദം നബി ജീവിച്ചത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്പൈസസിൽപ്പെട്ട ഒരു സുഗന്ധദ്രവ്യത്തിൽപ്പെട്ടതാണ് ഇഞ്ചി. ഇപ്പൊ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാണപ്പെടുന്നത്. ആദം നബി കൂടുതൽ കാലം ജീവിച്ചത് ഇന്ത്യയിലാണ്. ഹജ്ജ ആദമു മാശിയം മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം 40ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ്. 40 ഹജ്ജൻ, 40 ഹജ്ജ് നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം എന്താണ്? അറിയാതെ മറന്നുകൊണ്ടുവന്ന ഒരു പ്രവർത്തനം, അതിന്റെ പേരിൽ 300 വർഷമാണ് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്തത്. എന്നാൽ ധിക്കാരത്തോടെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പടച്ചോനെ വെല്ലുവിളിച്ച് ഇബ്ലീസോ തൗബ ചെയ്തിട്ടില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നു. മൂസാ നബി അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. അള്ളാഹുവിനെ കാണാൻ പോകുമ്പോഴാണ് ഇബ്ലീസ് കടന്നു വന്നത്. മൂസാ നബിയെ, എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കണം, എനിക്ക് തൗബയുണ്ടോ? ഇബ്ലീസിന് നന്നാവാൻ തോന്നി. അള്ളാഹുവിനോട് ചോദിക്കണം, എനിക്ക് തൗബയുണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് ഇബ്ലീസ് പറഞ്ഞു മൂസാ നബിയോട്. മൂസാ നബി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി, അള്ളാഹുവിനെ കണ്ടു. അവസാനം അള്ളാഹുവിനോട് വിഷയങ്ങൾ പറഞ്ഞു, ഇബ്ലീസിന്റെ വിഷയം പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു തആല തൗബയുണ്ട്, ഇബ്ലീസിന് തൗബയുണ്ട് എന്ന് മൂസാ നബിയോട് പറയുന്നത്. എന്താ തൗബ? തൗബ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിൽ പോയി സുജൂദ് ചെയ്യലാണ് തൗബ. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതാണല്ലോ പ്രശ്നം. ഖബറിൽ പോയി സുജൂദ് ചെയ്താൽ മതി, പ്രശ്നം തീർന്നു. സ്വീകരിക്കാൻ തയ്യാറാണ് റബ്ബ്. അങ്ങനെയാണ്. നിങ്ങൾ എന്ന് അല്ലാഹുവിലേക്ക് മടങ്ങിയാലും സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാണ്.
എത്ര വലിയ ക്രിമിനലാണെങ്കിലും, എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും, എത്ര വലിയ പാപങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മളൊന്ന് സന്മനസ് കാണിച്ചാൽ മർഹബൻ ബിത്തായിബീൻ, മർഹബൻ ബിത്തായിബീൻ, തൗബ ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തൗബ ചെയ്യുന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹു എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇബ്ലീസിനോട് പറഞ്ഞു തൗബയുണ്ട്, ആദം നബിയുടെ ഖബറിൽ സുജൂദ് ചെയ്യണമെന്ന്. മൂസാ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇബ്ലീസിനോട് പറഞ്ഞു ഇങ്ങനെയാണ് വിഷയം, ഇങ്ങനെയാണ് നബി അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇബ്ലീസ് പറഞ്ഞത്, ആദം നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാത്ത ഞാനാണോ മരിച്ച് മണ്ണായ ആദം നബിയുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നത്? എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് തൗബ ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായില്ല. ആ ഒരു സ്വഭാവക്കാരനായി നമ്മൾ മാറാൻ പാടില്ല. ആ ഒരു സ്വഭാവക്കാരനായി മനുഷ്യരായ നമ്മൾ മാറാൻ പാടില്ല. ആദം നബിയുടെ പ്രത്യേകത തൗബ ചെയ്യലാണ്, ഇബ്ലീസിന്റെ പ്രത്യേകത അഹങ്കാരമാണ്. നമ്മൾ ആദം നബിയുടെ വഴിയെയാണ് ജീവിക്കേണ്ടത്. തെറ്റ് വരുമ്പോൾ നമ്മൾ തൗബ ചെയ്യണം. തെറ്റുകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അത് ഉസ്താദായാലും ശരി, വഅദ് പറയുന്നവരായാലും ശരി, കേൾക്കുന്നവരായാലും ശരി, തെറ്റെല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. തെറ്റുവന്നാൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ചെയ്ത തെറ്റുകളെ രഹസ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, പരസ്യമായി ചെയ്ത തെറ്റുകളെ പരസ്യമായി തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെയാ വിഷയങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ ഹബീബ് നൽകിയ 7 ഉപദേശങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ പോകുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ 7ഓളം ഉപദേശങ്ങൾ. അതാണ് ആദ്യമായി നമ്മൾ ഓതി വെച്ചത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് നിങ്ങൾ ഓൺ ദി സ്പോട്ട് അത് സ്വീകരിച്ചേക്കണം, അല്ലാത്തതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നേക്കണം. അവ 7 ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഇതൊക്കെ ഓരോന്ന് വിശദീകരിക്കാനുള്ളതാണ്, പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല. പ്രത്യേകാലായി മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ കുട്ടികൾ ആരാ സംസാരിക്കുന്നത്? സംസാരിച്ചിട്ടൊന്നും സമയം തീർക്കരുത് കേട്ടോ. വാലിന് വന്നാൽ പിന്നെ വാൽ നന്നായി കേൾക്കും. കുട്ടികൾ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ലേ. ഈ വല്ല ബാല്യക്കാരത്തികളായ പെണ്ണുങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ട, അവരൊക്കെ വാല് കേൾക്കണം. നിങ്ങൾ വളണ്ടിയർ കാർഡ് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വാലും കേൾക്കുന്നില്ല, പിന്നെ ആർക്ക് വാല് പറയുന്ന ഈ വേഷമാർഗം. നിങ്ങൾക്ക് എന്തിനാ വാല്? നിങ്ങൾക്ക് ഇനി വേദിൻ്റെ ആവശ്യമുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വേദിൻ്റെ ആവശ്യമുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞ് എന്തായാലും ആളുകൾ ഉണ്ടാവും, നന്നായിട്ട് എങ്ങനെയും ഖബറിൽ പോകാമെന്ന് ചിന്തിച്ചിട്ടേ ജീവിക്കുള്ളൂ. എൻ്റെ കാലം ഏതായാലും കഴിഞ്ഞു എന്ന് ചിന്തിക്കൂ. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങനെ ബോധമില്ലെങ്കിൽ അയാളെ കാര്യം കഷ്ടമാണെന്നാണ്. 60 വയസ്സായിട്ട് ഒരാൾക്ക് മരണത്തെക്കുറിച്ച് ബോധമില്ല, നന്നാവണം എന്നുള്ള ബോധമില്ല, അയാളെ കാര്യം പോക്കാണ്. 60 വയസ്സായ കുറേ ആളുകൾ ഇവിടെ ഇല്ലേ? ഒന്ന് ചിന്തിച്ചൊന്ന്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഹിസാബ് നടത്തണം എന്നാണ്, ഒരു വിചാരണ നടത്തണമെന്നാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കണം, ഇന്ന് സുബഹി നിസ്കാരം മുതൽ രാത്രി വരെ ഞാൻ ചെയ്തതിൽ നന്മയാണോ കൂടുതലുള്ളത്, തിന്മയാണോ കൂടുതലുള്ളത് എന്ന് നമ്മളൊരു വിചാരണ നടത്തണം. 60 ഈ ഹദീസ് പറഞ്ഞത് 60-കാരോടല്ല, 40-കാരോടാണ് പറഞ്ഞത്. ഒരാൾ 40 വയസ്സായി, 40 വയസ്സായ ഒരാളിൽ നിന്ന് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് സംഭവിക്കുന്നതെങ്കിൽ അവര് നരകത്തിലേക്ക് ഒരുങ്ങട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 40 വയസ്സായ ആളുകൾ ഉറങ്ങുമ്പോൾ ഒന്ന് വിചാരണ നടത്താറുണ്ടോ? ഇന്നിപ്പോ നന്മയാണോ കൂടുതൽ തിന്മയാണോ?
നന്മയാണ് കൂടുതലെങ്കിൽ മാഷാ അല്ലാഹ് സുഖമായിട്ട് ഉറങ്ങിക്കോളി. തിന്മയാണ് കൂടുതലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന, കോമ്പൻസേറ്റ് ചെയ്യുന്ന നന്മകൾ ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ഒരു 100 തിന്മയുണ്ട്, 10 നന്മയുള്ളൂ, പിന്നെ 91 നന്മ ചെയ്തിട്ടെന്ന് ഉറങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നരകക്കാരനാണെന്ന് അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. തമാശ അല്ല കേട്ടോ, ഇതൊക്കെ സീരിയസ് ആണ്, വെരി സീരിയസ് ആണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വിചാരണ നല്ലതാണ്. നാളത്തെ മഹ്ശറയിലുള്ള വിചാരണ അള്ളാഹു എളുപ്പമാക്കി തരും. في يوم كان مقداره 50,000 سنة. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറാലോകം. ആ മഹ്ശറാലോകത്തെ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി തരണമെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വിചാരണ നടത്തണം. ഇന്ന് നന്മയാണോ തിന്മയാണോ കൂടുതൽ ചെയ്തത്? നന്മയാണ് കൂടുതലെങ്കിൽ സുഖമായി കിടന്നുറങ്ങാൻ പേടിക്കേണ്ടതില്ല. തിന്മയാണെങ്കിൽ ആ തിന്മകളെ പരിഹരിക്കണം, ആ തിന്മകളെ കരിച്ചു കളയണം. ആ തിന്മകളെ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് പണിയൊന്നുമില്ല, ഒരൊറ്റ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി, ഒരൊറ്റ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ബാത്റൂമിൽ പോയി വുളൂ ചെയ്യാം. ബാത്റൂമിൽ പോയി വുളൂ ചെയ്തിട്ട് പല്ല് തേച്ചിട്ട് ബെഡ്റൂമിൽ വരാം. എന്നിട്ടൊന്ന് ബെഡിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ടിങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ ആലോചിക്കുക, പഠിച്ചോൻ ഇന്ന് തെറ്റാണല്ലോ കൂടുതൽ. ഒന്നും വിഷമിക്കണ്ട. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു വ അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു الذുനൂബ ഇല്ലാ അൻത. അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥമായി ഈ ദിക്ർ ചൊല്ലി കടന്നുറങ്ങാം. നിങ്ങൾ ചെയ്ത തെറ്റൊക്കെ അതിൽ പുറത്തു തന്നിട്ട് നന്മ കൂടുതലായിട്ടും ഉറങ്ങാൻ കഴിയും. എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലുക, മരിച്ച സ്വർഗത്തിലാണ്. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്, നീ എൻ്റെ രക്ഷിതാവാണ്. ഖലഖതനി, അല്ലാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീ എൻ്റെ സൃഷ്ടാവാണ്. വ അന അബ്ദുക, ഞാൻ നിന്റെ എളിയ അടിമ മാത്രമാണ്. ഞാൻ വെറും ഒരു അടിമ, എനിക്കൊരു സ്ഥാനമില്ല, വെറും നിന്റെ ഒരു നീചനായ നിന്ദ്യനായ അടിമ. ഇത്ര താണ് കൊടുക്കുക. അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത്. പടച്ച റബ്ബേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിവിന്റെ പരമാവധി നന്മ ചെയ്യാൻ, നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എൻ്റെ തെറ്റ് കൂടുതലായിപ്പോയി. നമ്മൾ ആർക്കെങ്കിലും പഠിച്ചോന്ന് ധിക്കരിച്ചിട്ട് തെറ്റ് ചെയ്യുന്ന ആരുമില്ലല്ലോ. പഠിച്ചോ നോക്കട്ടെ, അങ്ങനെ നോക്കട്ടെ എന്നല്ല നമ്മൾ തെറ്റ് ചെയ്യുന്ന ആരുണ്ടാ? ഉണ്ടാ? അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ വന്നിട്ട് എന്നെ ശിക്ഷിച്ചോട്ടെ, അങ്ങനെയൊന്നും ആരുമില്ലല്ലോ. അറിയാതെ വന്നു പോവല്ലേ, നിയന്ത്രിക്കാൻ കഴിയാതെ വരികയല്ലേ. അപ്പൊ അള്ളാഹിനോട് പറയാ, റബ്ബേ അല്ലാഹുവേ കഴിവിന്റെ പരമാവധി തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും എന്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയി. എന്റെ ഈ ആരോഗ്യം, എന്റെ സമ്പാദ്യം, എന്റെ വീട്, എന്റെ മക്കൾ എല്ലാം നീ തന്നതാണ് റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു. നീ തന്നതാണ്, ഇനി ഞാൻ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഗൾഫിലൊക്കെ ഷോപ്പ് ഉണ്ടത് റബ്ബ് തന്നതാണ്, നാട്ടിൽ ഷോപ്പും ബിൽഡിങ്ങുകളുണ്ട് റബ്ബ് തന്നത്, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നീ തന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? അവർക്കൊക്കെ ഇവിടെ ബിൽഡിംഗ് ഉണ്ടാവും, അവർക്കൊക്കെ ഇവിടെ ഷോപ്പ് ഉണ്ടാവും, അവർക്ക് വലിയ മുതലാളിമാരെ മാറിയിട്ടുണ്ട്. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? നമ്മുടെ അതേ പ്രായം ഒന്നിച്ച് സ്കൂളിൽ ഇരുന്ന് പഠിച്ചു, നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ കഴിവുള്ള സ്മാർട്ടായ ആളുകൾ ഇന്നൊരു 10,000-നൊക്കെ ജോലി ചെയ്യുന്നവരില്ലേ? 10,000 കിട്ടാത്തവരില്ലേ? എന്തുകൊണ്ട്? അവർ കിട്ടിയില്ല, നമ്മളെക്കാൾ കഴിവുള്ളവരല്ലേ. അപ്പൊ അവരുണ്ടാക്കിയതല്ല, നമ്മൾ ഉണ്ടാക്കിയതില്ല, ഇത് റബ്ബ് തന്നതാണ്, അള്ളാഹു തന്നതാണ്. തിരിച്ചറിവാണ് നമ്മൾക്ക് ഇതൊക്കെ നൽകുന്നത്. അള്ളാഹു നമ്മൾ തിരഞ്ഞെടുത്തു, മുതലാളിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് നിലനിർത്തട്ടെ, അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. വലിയ കോടീശ്വരന്മാരൊക്കെ സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ ആയി പോകുന്നുണ്ട്. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതാണ് വലിയ സംഭവം. സമ്പത്ത് ഇങ്ങനെ നിലനിൽക്കണം മരണം വരെ. അള്ളാഹു തന്ന നിഅമത്ത് മരണം വരെ നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ തന്ന നിഅമത്ത്, നീ തന്ന നിഅമത്താണ്, നീ തന്ന അനുഗ്രഹങ്ങളാണ്, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ ഉണ്ടാക്കിയതല്ല. വഅബൂഉ ലക ബിദംബി, ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ.
തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതെന്ത് സ്വിമ്മിംഗ് പൂളാണോ? ഇടയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കാണുന്നുണ്ട്. എന്ത് സംഭവം? ഓപുശാല. അല്ലാഹുവേ, ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. എന്നാലും അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. നീ അല്ലാതെ പിന്നെ ആരാ പുറത്തു തരാ? ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു താ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. നീ അല്ലാതെ പിന്നെ ആരാണ് റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരുന്നത്? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്ന തെറ്റുകൾ ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുകയാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുകയാണ് റബ്ബേ. ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ. ഈ ദിക്ർ ചൊല്ലി കടന്നുറങ്ങാം. ഈ ദിക്ർ കാണാതെ പഠിക്കല്ലാരും, കാണാതെ പഠിച്ചത് ചൊല്ലിയിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ചൊല്ലി. ഇത് തത്തമ്മേ പൂച്ച എന്ന് ചെല്ലുന്ന പോലെ ഇങ്ങനെ ആസീനൊന്ന പോലെ പോകണ്ട. അർത്ഥം അറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലി കിടന്നുറങ്ങാം. മരിച്ച സ്വർഗം കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. എല്ലാവർക്കും അറിയില്ല, ഇത് അറിയില്ലെങ്കിൽ പഠിക്കണം കേട്ടോ. അറിയില്ലെങ്കിൽ ഇത് പഠിക്കാൻ ശ്രമിക്കണം. ഒന്ന് ഉറക്കെ ചൊല്ലിക്കോളൂ എല്ലാവരും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു വ അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരെപ്പോഴും ദുആ ചെയ്യാൻ പറയും. എനിക്കാണെങ്കിൽ മറന്നിട്ടും പോകും. അല്ലാഹുവേ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ. അല്ലാഹുവേ, അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർ നമ്മുടെ മാനുസ്താദുണ്ടതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം നന്മകൾ പ്രചരിപ്പിക്കുന്ന എത്രയോ പ്രവർത്തകരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയുടെ ക്ഷീണം മാറി എല്ലാവരും കിടന്നുറങ്ങാതെ ഓരോ വഅദുകളും പൂർണ്ണമായി കേട്ട് അതിന്റെ നല്ല നല്ല ഭാഗങ്ങൾ ക്ലിപ്പുകളാക്കി സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് റബ്ബേ. അവരുടെ സേവനമാണ് സേവനം, അതാണ് റബ്ബേ സേവനം. ആ സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് വീക്ഷിക്കുന്ന ആളുകൾ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. നമ്മൾക്ക് സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് 40 കഴിഞ്ഞവർ. മൻബലഗ 40, 40 വയസ്സായ ഒരാൾ, 40 വയസ്സായ ഒരാണായാലും പെണ്ണായാലും ശരി, അവരുടെ തിന്മകളാണ് നന്മകളെക്കാൾ കൂടുതലുള്ളത്. 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വീട്ടിലെത്തിയാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ളുഹർ മുതൽ അസ്ർ വരെ. അസറിന് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ അസർ കഴിഞ്ഞാൽ വൈകുന്നേരം മഗ്രിബ് വരെ പീടികത്തിണ്ണയിലിരുന്ന് അങ്ങാടിയിലിരുന്നിട്ട് നാട്ടിലുള്ള ചുറ്റുവള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഗീബത്തും നമീമത്തും പറയുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് ഇശാ വരെ ടിവിയാണ്. പിന്നെ ഇശാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് 10 മണി വരെ ടിവിയാണ്. ഇങ്ങനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് തന്റെ വാർദ്ധക്യത്തെ ചില
ചെലവഴിക്കുന്ന 40 കഴിഞ്ഞ ആളുകളോടാ ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ തിന്മകളായിരിക്കും നന്മയേക്കാൾ കൂടുതലുള്ളത്. നന്മ എണ്ണി നോക്കുമ്പോൾ 5 നിസ്കാരങ്ങൾ മാത്രമാണ്. തിന്മ എണ്ണി നോക്കുമ്പോൾ ഒരു ദിവസത്തെ 24 ഹവേഴ്സിൽ 24 മണിക്കൂറിൽ 12 മണിക്കൂറും സിനിമ കണ്ടിരിക്കാം, ഹറാമ് പറഞ്ഞിരിക്കാം, ഹറാമ് കേട്ടിരിക്കാം, ഹറാമ് കണ്ടിരിക്കാം. എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാളെ മഹ്ശറാ ലോകത്ത് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ തിന്മകളിൽ നിന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ പരിശോധന നടത്തണം. പരിശോധന നടത്തി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. അതിനൊക്കെ പുറമെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ദിക്ർ ആത്മാർത്ഥമായി മനസ്സിരുത്തി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ചൊല്ലിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്ന് ഈമാൻ സലാമത്തായി പുഞ്ചിരിയോട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.